മനുഷ്യരാശിയുടെ ജീവിതത്തിലെയൊക്കെ മുന്നോട്ട് പോക്കിൻ്റെ അല്ലെങ്കിൽ വികസനത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനങ്ങളായി നമ്മൾ കണക്കാക്കുന്നത് ഈ ചക്രത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ തീയുടെ ഒരു കണ്ടുപിടുത്തം ഇതൊക്കെയാണ്. ഒരുപക്ഷെ ഇനി മൂന്നാമതൊരു കണ്ടുപിടുത്തം നടത്തുകയാണെങ്കിൽ ഒരു വലിയ വഴിത്തിരിവായി മാറുമെങ്കിൽ അത് ഒരുപക്ഷെ മനുഷ്യൻ്റെ മനസ്സറിയുന്ന യന്ത്രത്തിൻ്റേതായിരിക്കും. കാരണം എന്താണ് അവൻ ചിന്തിക്കുന്നതെന്നോ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വെഞ്ഞാറമൂട് കൊലപാതകം. അഫാൻ എന്ന 23 വയസ്സുകാരൻ ഒരു കുടുംബത്തിലെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ, അനുജനെ, ഒപ്പം താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒക്കെ അവൻ വളരെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒരു കാരണവും അവൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് ഹാജരായി പറയുന്നുമുണ്ട്. ഒരു 23 വയസ്സുകാരന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് എങ്ങനെയാണ് അവനുണ്ടായത്? പ്രത്യേകിച്ചും യാതൊരു മറ്റ് ഏതെങ്കിലും ഒരാളുടെ പിന്തുണയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ. പോലീസിന് ഇനിയും അഫാൻ്റെ ഒപ്പം മറ്റാരെങ്കിലും ഈ ഒരു കൃത്യത്തിൽ പ്രവർത്തിച്ചോ എന്ന് കണ്ടെത്താനൊന്നും ആയിട്ടില്ല. മനുഷ്യ മനസ്സിൽ എന്താണ്? അതൊരു പക്ഷേ നമ്മളെക്കാൾ നന്നായി പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. ഡോക്ടർ അരുൺ ബി നായർ, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹം. സർ, സ്വാഗതം. സർ, ഈ വെഞ്ഞാറമൂട് കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇതൊരു ആദ്യത്തെ കൊലപാതക പരമ്പരയൊന്നുമല്ല. നമ്മൾ ചെന്താമരയുടെ കേസ് കണ്ടു, കൊച്ചു കുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്നു, ഇതെല്ലാം കാണുന്നുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഏതൊക്കെ ഘടകങ്ങൾ ഇതിലേക്ക് കാരണമാകുന്നെന്നോ എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ശരിക്കും ഞാൻ ആദ്യം ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. മനുഷ്യ മനസ്സിൽ എന്താണ് ശരിക്കും? ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിൽ ബജറ്റിനോടൊപ്പം അവതരിപ്പിക്കുന്ന എക്കണോമിക് സർവേയിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു പരാമർശം ഈ വർഷം കടന്നു വന്നിരിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്നത് ഒരു വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുകയും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുകയും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നൊരു പരാമർശം വന്നിരിക്കുന്നു. മറ്റൊരു പാരഗ്രാഫിലാകട്ടെ, ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതും പരാമർശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു തലമുറയിലെ കുറ്റകൃത്യങ്ങളും ഇന്നത്തെ കുറ്റകൃത്യങ്ങളും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു 30 കൊല്ലം മുമ്പുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നോക്കിയാൽ ചെറുപ്പം തൊട്ട് തന്നെ കുറ്റകൃത്യ വാസനയുള്ള വ്യക്തികൾ, മനുഷ്യരോടും മൃഗങ്ങളോടും ക്രൂരത കാട്ടുന്ന, മോഷണവും കളവ് പറച്ചിലുമൊക്കെ ശീലമായിട്ടുള്ള, ചെറുപ്പത്തിൽ കോണ്ടക്ട് ഡിസോർഡർ എന്ന ലക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, അവർ മുതിർന്നതിന് ശേഷം വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ, സംഘടിതമായ കുറ്റകൃത്യങ്ങൾ ഒരു കുറ്റബോധവുമില്ലാതെ ചെയ്യുന്നു. എത്ര ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താലും സ്വന്തം ഭാഗത്താണ് ശരിയെന്ന് ന്യായീകരിക്കുന്നു. അവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് അവരൊരു പാഠവും പഠിക്കുന്നില്ല, വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു. ഇത് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത്, സമീപകാലത്തായി പുറത്തു വന്ന പല കുറ്റകൃത്യങ്ങളും നോക്കുമ്പോൾ ചെറുപ്പത്തിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത വ്യക്തികൾ, പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആർക്കും ശല്യമില്ലാതെ ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തികൾ പലപ്പോഴും പൊടുന്നനെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ, ഈ സാമൂഹിക വിച്ഛേദനമാണ് ഒരുപക്ഷെ ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചകമായിട്ട്, പ്രെഡിക്റ്ററായിട്ട് നമുക്കിന്ന് എടുക്കാവുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ സാമൂഹ്യമായ കാരണങ്ങൾ പരിശോധിച്ചാൽ ഒരു 20-30 കൊല്ലത്തിന് മുൻപുള്ള ഒരു ചെറുപ്പക്കാരന് സന്തോഷം കിട്ടണമെങ്കിൽ ഏക മാർഗം സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളോടൊപ്പം ഇടപെടുക, യാത്ര ചെയ്യുക, വിനോദങ്ങളിൽ ഏർപ്പെടുക, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുക. ആ ഹ്യൂമൻ കണക്റ്റ്, മനുഷ്യബന്ധങ്ങളായിരുന്നു ആ വ്യക്തിക്ക് സന്തോഷം തരുന്ന ഏക കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരെ നോക്കുക, അവരവരിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു മുറിക്കുള്ളിൽ ഇരുന്നൊരു ഡിജിറ്റൽ ഉപകരണവുമായി മണിക്കൂറുകളോളം ഇരുന്ന് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പരിണിത ഫലമായി വീടുകളിൽ നടക്കുന്ന കാര്യം നോക്കുക. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു മാനസികമായ അകൽച്ച വരുന്നു. കുട്ടികൾ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾ കരുതുന്നത് അവർക്ക് സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നിറവേറ്റി കൊടുത്താൽ തങ്ങളുടെ ധർമ്മം പൂർത്തിയായി എന്നുള്ളതാണ്. ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വൈകാരികമായ ആവശ്യങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് പല മാതാപിതാക്കൾക്കും ഇല്ല.
അതുകൊണ്ട് തന്നെ അവർ കൗമാരത്തിലേക്ക് കുട്ടികൾ എത്തിക്കഴിയുമ്പോൾ കുട്ടികളിൽ നിന്ന് പതിയെ അകലുകയാണ്. കുട്ടികൾ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ തർക്കുത്തരം പറയുമോ, ശബ്ദമുയർത്തി സംസാരിക്കുമോ, അവരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമോ, അവരോട് എന്തെങ്കിലും സംസാരിച്ചാൽ അതൊരു വഴക്കിൽ കലാശിക്കുമോ, അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവമുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുമോ, ഇങ്ങനെയുള്ള പലതരം വ്യാകുലതകൾ കാരണം ഈ കൗമാരപ്രായക്കാരോട് സംസാരിക്കാതെ അകന്നു നിൽക്കാൻ പല മാതാപിതാക്കളും തയ്യാറാകുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കൗമാരത്തിലേക്ക് എത്തുന്നൊരു കുട്ടി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന്, വീട്ടിൽ നിന്ന് വേണ്ടത്തരത്തിൽ ഉള്ള ഒരു പരിഗണനയും സ്നേഹവും ലഭിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്രോതസ്സുകളിൽ അത് അന്വേഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഓൺലൈൻ ബന്ധങ്ങളിലായിരിക്കും. ഇനി അത്തരം ബന്ധങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പല നിർമ്മിത ബുദ്ധി ചാറ്റ് ബോക്സുകളുമായിട്ട് പോലും സംസാരിക്കാനും ഒരുപക്ഷെ സൗഹൃദം പങ്കുവയ്ക്കാനും കഴിയുന്നൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മറ്റൊരു മനുഷ്യൻ്റെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, അയാൾ കടന്നു പോകുന്ന മനപ്രയാസത്തിൻ്റെ തീവ്രത ഉൾക്കൊള്ളാൻ, ആ തീവ്രത ഉൾക്കൊണ്ട് അയാൾക്ക് കൂടെ ഗുണം വരുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത ഒരു മാനസിക നിലയിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാരെ ഈ സാമൂഹിക വിച്ഛേദനം കൊണ്ടുവന്നെത്തിക്കുകയാണ്. ഇതിനോടൊപ്പം രണ്ടാമതൊരു ഘടകമായിട്ട് ഈ എക്കണോമിക് സർവേയിൽ തന്നെ പറഞ്ഞ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം, വളരെ ചടുലമായ ദൃശ്യങ്ങൾ വരുന്ന അത്തരം രംഗങ്ങൾ കണ്ട് അക്രമ സ്വഭാവമുള്ള രംഗങ്ങൾ, അല്ലെങ്കിൽ വളരെ തീവ്രമായ വയലൻസിൻ്റെ രംഗങ്ങൾ, ഇതൊക്കെ നിരന്തരം കാണുന്ന വ്യക്തികളുടെ മനസ്സിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം കടന്നു വരികയാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ ആഗ്രഹങ്ങൾ സഫലമാക്കണമെങ്കിലും വളരെ പെട്ടെന്ന് നടക്കുന്നു. 30 കൊല്ലം മുമ്പുള്ളൊരു ചെറുപ്പക്കാരന് സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്തേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാതെ വരാം. അപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ആഗ്രഹം സഫലമാകാം, സഫലമാകാതിരിക്കാം. ഈ രണ്ട് സാധ്യതകളുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ ഇടവേള സഹായകമായിരുന്നു. മനസ്സിലൊരാഗ്രഹം തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയ്ക്കുള്ള ഈ സമയം കൊണ്ട് ആഗ്രഹം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാൻ ബി ആലോചിക്കാനായിട്ട് അവർക്ക് സമയം കിട്ടിയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എല്ലാ ആഗ്രഹങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് സഫലമാകുന്ന കാലമാണ്. സിനിമ കാണണമെങ്കിൽ 2 ക്ലിക്കുകൾ, ഭക്ഷണം കഴിക്കണമെങ്കിൽ 2 ക്ലിക്കുകൾ, ആരോടെങ്കിലും എന്തെങ്കിലും വിനിമയം ചെയ്യണമെങ്കിലും 2 ക്ലിക്കുകൾ, അത് മതി. അപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ ഇടവേള ഇല്ലാതെയായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം സഫലമാകില്ല, നമ്മുടെ ആഗ്രഹം നടക്കില്ല എന്ന സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം സാധ്യമാകില്ല എന്ന ഒരു സാധ്യത വരുമ്പോൾ അസഹിഷ്ണുതയോടെ എടുത്തുചാടി ഒരു ആത്മനിയന്ത്രണവുമില്ലാതെ പെരുമാറുന്ന അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ എത്തിച്ചേരുന്നൊരു സാഹചര്യം വരുന്നു. ഇതിനോടൊപ്പമാണ് ലഹരി വസ്തുക്കളടക്കമുള്ള സംഗതികളുടെ സാർവത്രികമായ വ്യാപനവും സംഭാവന നൽകിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പ് വ്യാപകമായ ലഹരികൾ സിഗരറ്റും മദ്യവുമായിരുന്നു. ഇത് രണ്ടും അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഗന്ധം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇന്ന് ഉള്ള പുതുതലമുറ ലഹരികൾ പലതും അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഗന്ധത്തിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവർ അത് ഉപയോഗിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത്, ഉപയോഗിച്ചിട്ടാണോ ഒരു പൊതുസ്ഥലത്ത് വന്ന് ഇടപെടുന്നത്, അറിയാൻ നിവൃത്തിയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. സ്വാഭാവികമായും നമ്മുടെ തലച്ചോറിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, തലച്ചോറിൽ നെറ്റിയുടെ പുറകിലുള്ള ഭാഗം നമ്മുടെ ആത്മനിയന്ത്രണത്തിൻ്റെ കേന്ദ്രമാണ്. എന്ത് വികാരങ്ങൾ തോന്നിയാലും സന്ദർഭവും സാഹചര്യവും സമയവും അനുസരിച്ച് മാത്രം അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നതും ചില തോന്നലുകളെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതൊക്കെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ പല ലഹരി വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. അപ്പോൾ മനസ്സിൽ തോന്നുന്ന പല മൃഗീയ വികാരങ്ങളും തോന്നലുകളും അത് അപ്പടി പ്രാവർത്തികമാക്കാൻ കഴിയുന്നൊരു മനോനിലയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. അവൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ സങ്കീർണമായ സാമൂഹികവും ജൈവികവുമായ വശങ്ങൾ ചേർന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഈ അഫാൻ്റെ കേസിൽ അഫാൻ തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് കൊന്നത്. ഒന്ന് അവൻ്റെ ഉമ്മ, ഒന്ന് സഹോദരൻ, ഒന്ന് അവൻ സ്നേഹിക്കുന്ന വ്യക്തി. ഈ 3 പേരും അവൻ ഒരുപക്ഷെ അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാകാം. ചുറ്റുപാടുമുള്ളവരും ആ ദൃശ്യങ്ങളുമൊക്കെ കാണുന്നുണ്ട്. ഈ അനിയനെ അടക്കം കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നു, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. ഫർസാന എന്ന പെൺകുട്ടിയുമായി അഫാനുള്ള അടുപ്പത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രിയപ്പെട്ടതിനെ നശിപ്പിക്കുന്നതിലേക്കൊക്കെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി എത്തുമോ? തനിക്ക് സാർ പറഞ്ഞതുപോലെ ഈ പ്ലാൻ എ പ്രാവർത്തികമായില്ല എങ്കിൽ എന്നാൽ തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നശിപ്പിക്കാം. അങ്ങനൊരു മനസ്ഥിതിയിലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുന്നത്? ഇവിടെയും നമ്മൾ ഇതിൻ്റെ മൂല കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ സോഷ്യൽ ഡിസ്കണക്ഷനാണ്, ഈ സാമൂഹ്യ വിച്ഛേദനമാണ്. ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായാൽ അത് പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുക,
അവരുടെ സജഷൻസ്, നിർദ്ദേശങ്ങൾ കേൾക്കുക. എല്ലാവരും കൂട്ടായി ഇരുന്ന് ആലോചിച്ച് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ട മാർഗങ്ങൾ കണ്ടെത്തുക, അത് പ്രാവർത്തികമാക്കുക. സാമ്പത്തിക സഹായം വേണമെങ്കിൽ നിരവധി സ്രോതസ്സുകളുണ്ടാവും. കാരണം കുടുംബബലം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പല കുറ്റകൃത്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ കുടുംബത്തിൽ ആൾക്കാരില്ലാത്തവരോ അനാഥരോ ഒന്നും അല്ല ഇത് ചെയ്യുന്ന പലരും. അവർക്ക് കുടുംബാംഗങ്ങളുണ്ട്, ആ കുടുംബാംഗങ്ങൾ സഹായിക്കാൻ പലപ്പോഴും തയ്യാറാണ് താനും. പക്ഷേ എന്തുകൊണ്ടോ ഈ മാനസിക വ്യാപാരങ്ങൾ, ഈ മാനസിക പ്രയാസങ്ങൾ കൃത്യമായ രീതിയിൽ പ്രിയപ്പെട്ടവരോട് വിനിമയം ചെയ്യാനും അവരോടൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ചോദിക്കാനും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ഒരു ജനാധിപത്യ ബോധത്തോടെ കേൾക്കാനും സഹിഷ്ണുതയോടെ അതിനെ സ്വീകരിക്കാനും കഴിയാത്ത ഒരു അവസ്ഥ വരുന്നതിൻ്റെ പുറകിലും നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സോഷ്യൽ ഡിസ്കണക്ഷനാണ്. മനസ്സുകൊണ്ടെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥ. ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രണയത്തിൽ പോലും ജനാധിപത്യം എന്നൊരു സംഗതിക്ക് വലിയ പ്രസക്തിയുണ്ട്. യഥാർത്ഥ പ്രണയത്തിൽ ജനാധിപത്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും അഭിപ്രായ വ്യത്യാസം ശ്രവിക്കപ്പെടുന്നുണ്ട് എന്നെങ്കിലും ഉറപ്പുവരുത്താനുമുള്ളൊരു അവകാശമാണ്. അപ്പോൾ ഇവിടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് പ്രണയിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായം കൂടെ കേൾക്കാനും ആ നിർദ്ദേശം കൂടെ പരിഗണിക്കാനുമുള്ള ഒരു ബോധം അല്ലെങ്കിൽ അവബോധം ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുമ്പോൾ ആ ബന്ധങ്ങളെല്ലാം വിഷലിപ്ത ബന്ധങ്ങളായിട്ട്, ടോക്സിക് റിലേഷൻഷിപ്സ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷേ നിരാശ മൂത്ത് ഒരു തരത്തിലും ജീവിതത്തിൽ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്ന വ്യക്തി, അങ്ങനെ വ്യക്തികൾ എത്തിച്ചേർന്നേക്കാം ജീവിതത്തിൽ. ആ ഒരു ഘട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ടതിനെ എല്ലാം ഇല്ലാതെയാക്കി താനും ഇല്ലാതെയാകുക എന്നൊരു മനോനിലയിലേക്ക് ചിലപ്പോൾ ഒരു വ്യക്തി എത്തിച്ചേർന്നേക്കാം. അതിൻ്റെ ഒരു പ്രതിഫലനം ആയിരിക്കാം ഒരുപക്ഷെ ഈ സംഭവത്തിലും നടന്നത്. നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, നമുക്ക് കൃത്യമായിട്ട് പറയാനും കഴിയില്ല. പക്ഷേ ഇവിടെയും ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഒരു സാമൂഹിക സംരക്ഷണ കവചം എന്നുള്ള നിലയിൽ ഈ പ്രയാസങ്ങൾ തുറന്നു പറയുമ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകുക. വ്യക്തിബന്ധങ്ങൾ, അത് ഭാര്യാഭർത്തൃ ബന്ധമായെങ്കിലും കാമുക ബന്ധമായാലും, അവിടെ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുക. നമ്മളെടുക്കുന്ന തീരുമാനം മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് അവരുടെ ഭാഗം കൂടെ കേട്ട് അവരുടെ നിർദ്ദേശം കൂടെ സ്വീകരിച്ച് വ്യത്യസ്ത തലച്ചോറുകൾ കാര്യങ്ങൾ വിലയിരുത്തി വ്യത്യസ്ത നിർദ്ദേശങ്ങൾ വന്ന് ആ നിർദ്ദേശങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിലേക്ക് പോകുക എന്നുള്ളതായിരിക്കാം ഒരു സങ്കീർണമായ പ്രശ്നത്തിൻ്റെ പോലും ആരോഗ്യകരമായ പരിഹാരമെന്ന് കുട്ടികളെ, കൗമാരപ്രായക്കാരെ, യുവാക്കളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട്, നമ്മുടെ ഭരണകൂടത്തിനുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിക്കുണ്ട്, നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. എല്ലാവർക്കും ആ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ഈ അഫാൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരുപക്ഷെ ആ സൊസൈറ്റിയിലുള്ളവരോ അല്ലെങ്കിൽ അഫാന് ചുറ്റുമുള്ളവരോ അഫാൻ്റെ കുടുംബത്തിലുള്ളവരോ ഒരിക്കലും വിചാരിച്ച് കാണില്ല. ഈ ഡെഡ് സെൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചില കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ ചില തീവ്രവാദങ്ങളുടെയൊക്കെ ഡെഡ് സെൽസ് കിടക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരുപാട് അഫാന്മാരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, എങ്കിൽ കൂടിയും നമ്മൾ എങ്ങനെ പെട്ടെന്ന് ഇവരെ ഇങ്ങനെയാണോ എന്ന ഒരു സംശയമെങ്കിലും നമുക്ക് ഇവർക്കെതിരെ തോന്നണം. കാരണം സമൂഹം ഇവരെ എങ്ങനെ ഭയപ്പാടോടെ കാണണം, അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഇവരെ തിരിച്ചറിയണം? ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പരാമർശത്തിലേക്ക് ഞാനൊന്ന് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു തലമുറയിൽ കുറ്റകൃത്യ വാസനയുള്ളൊരു വ്യക്തിയെ ബാല്യകാലം തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത്തരം സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ, ഒരുപക്ഷെ മാതാപിതാക്കളുമായിട്ട് അത്ര ആരോഗ്യകരമായ ആശയവിനിമയം ഇല്ലാത്ത വ്യക്തികൾ, നല്ല ആരോഗ്യകരമായ സൗഹൃദങ്ങളില്ലാത്ത വ്യക്തികൾ, അത്തരത്തിലൊരു സോഷ്യൽ ഡിസ്കണക്റ്റ് ബാധിച്ച വ്യക്തികളാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് അത്തരം കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ നരബലി എന്ന പേരിൽ നടന്ന കുറ്റകൃത്യമാണെങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിലും ഇതൊക്കെ മുൻകൈ എടുത്ത വ്യക്തികൾ അവരുടെ സമൂഹത്തിൽ നിന്ന് പതിയെ അകന്നു പോകുന്ന ഒരു അവസ്ഥ അതിന് ഏതാനും ആഴ്ചകൾ തൊട്ട് മാസങ്ങൾ മുൻപ് വരെ ദൃശ്യമായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന, നന്നായി ഇടപെട്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളിൽ നിന്ന് കട്ട് ഓഫ് ആകുന്നു, മാതാപിതാക്കളുമായിട്ട് വളരെ അത്യാവശ്യത്തിനുള്ളൊരു ആശയവിനിമയം മാത്രം നടത്തുന്നു, ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് പോലും കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. അപ്പോൾ അവനവനിലേക്കൊരു വ്യക്തി ഉൾവലിഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരൻ
മാതാപിതാക്കാരൻ പെട്ടെന്ന് ഉൾവലിയുന്നുവെങ്കിൽ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തണം. ആ കുട്ടിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്തണം. മാതാപിതാക്കൾക്ക് അവർക്കൊരു ധാരണയുണ്ടാവും, ഈ കുട്ടിക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, അവന് സമ്പത്ത് നൽകുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അവന് ആവശ്യമുള്ള ഭൗതികമായ എല്ലാ കാര്യങ്ങളും നൽകുന്നുണ്ട്, ഇനി അവന് പഠിച്ചാൽ പോരെ, ഇനി അവൻ എന്തിന് വിഷമിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കുട്ടികൾ സൈബർ ലോകത്തിൽ നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് പല മാതാപിതാക്കൾക്കും യാതൊരു ധാരണയുമില്ല. അവർ ആരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തുന്നു, ആരൊക്കെ അവരെ സ്വാധീനിക്കുന്നു, സൈബർ ലോകത്തിലെ എന്തൊക്കെ സംഗതികളാണ് അവരുടെ ജീവിതത്തിൻ്റെ മേൽ സ്വാധീനം ചെലുത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ തീർത്തും അജ്ഞതയിൽ കഴിയുന്ന മാതാപിതാക്കളാണ് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഒരു ദിവസം ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങളുടെ കുട്ടിയോട്, അത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 3 വയസ്സ് തൊട്ട് തന്നെ ആരംഭിച്ച് അവൻ കൗമാരത്തിലെത്തിയാലും യൗവനത്തിൻ്റെ തുടക്കത്തിലേക്ക് പോയാലും കഴിയുന്നത്ര കാലം 1 മണിക്കൂറെങ്കിലും തൻ്റെ കുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾ പുലർത്തണം. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം, ആ കുട്ടിയുടെ സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ, പെരുമാറ്റത്തിൽ എന്തെങ്കിലും നേരിയ വ്യതിയാനമെങ്കിലും ഉണ്ടെങ്കിൽ ദിവസേന അവനോട് സംസാരിക്കുന്ന രക്ഷിതാവിന് പെട്ടെന്ന് മനസ്സിലാവും. മാസത്തിൽ ഒരിക്കൽ മാത്രം അവനോട് സംസാരിക്കുന്ന രക്ഷിതാവിന് ചിലപ്പോൾ ആ കുട്ടിയുടെ ഭാവമാറ്റം പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ദിവസേന തന്നെ സംസാരിക്കേണ്ടതുണ്ടെന്നുള്ളത്. ഈ ദിവസേന സംസാരിക്കുന്ന സമയം കുട്ടിയെ ശാസിക്കാനോ ഉപദേശിക്കാനോ അവന് നേർവഴി കാണിച്ചു കൊടുക്കാനോ നിങ്ങൾ സംസാരിക്കേണ്ട സമയമല്ല, മറിച്ച് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള സമയമാണ്. കൗമാരപ്രായക്കാർ പൊതുവേ ഇന്നത്തെ മുതിർന്ന തലമുറയെക്കുറിച്ച് പറയുന്നത്, എല്ലാ മുതിർന്നവരും ഞങ്ങളെ ഉപദേശിക്കുന്നു, ഞങ്ങളൊരു പ്രയാസം പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ സമയമില്ല, അവരുടെ കുട്ടിക്കാലത്ത് അവരനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടന്ന് അവർ മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പ്രയാസങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു, അവർ ഞങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇത് കൗമാരപ്രായക്കാരുടെ വ്യാപകമായൊരു പരാതിയാണ്. ഇത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കൗമാരപ്രായക്കാരോട് സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഇങ്ങനെ ചെയ്താൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, ഈ കുട്ടിയുടെ ആശയവിനിമയ ശേഷി തന്നെ മെച്ചപ്പെടും. 2, ആ കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ സംഗതിയും, അവൻ സൈബർ ഇടങ്ങളിൽ ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ ഓൺലൈൻ ഗെയിമുകൾ കളിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർമ്മിത ബുദ്ധി യന്ത്രവുമായി അവൻ ഇടപെടുന്നുണ്ടോ, സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ആ സുഹൃത്തുക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനാരോഗ്യകരമായ സ്വാധീനത്തിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ, ലഹരി പരീക്ഷണം ഇവൻ നടത്തുന്നുണ്ടോ. അപ്പോൾ ഇവന് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനും സംസാരിക്കാനുള്ളൊരു വേദിയായിട്ട് വീടുകൾ മാറേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും തരത്തിൽ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നുവെങ്കിൽ അവിടെ നമ്മളത് തിരിച്ചറിയുകയും ഇടപെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ, മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്നൊരു സംഗതി തന്നെയുണ്ട്. മാനസിക പ്രശ്നങ്ങളിൽ 50% 14 വയസ്സിന് മുൻപ് തുടങ്ങുന്നു, 75% 24 വയസ്സിന് മുൻപ് തുടങ്ങുന്നു. ഇതാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞ കണക്ക്. അപ്പോൾ തങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭാവമാറ്റം കണ്ടാൽ 5 കാര്യങ്ങളാണ് രക്ഷിതാവ് ചെയ്യേണ്ടത്. ആദ്യം അങ്ങോട്ട് അവനെ ചെന്ന് കണ്ട് എന്താണ് അവനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്താതെ അന്വേഷിക്കുക. 2, അവന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ, അവനെ തടസ്സപ്പെടുത്താതെ, അവൻ്റെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, പരിഹസിക്കാതെ, പുച്ഛിക്കാതെ, വഴക്ക് പറയാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കുക. 3, എന്തെങ്കിലും തെറ്റായ ധാരണ കൊണ്ടാണ് അവൻ പ്രയാസപ്പെട്ടിരിക്കുന്നതെങ്കിൽ ശരിയായ വിവരങ്ങൾ പകർന്നു നൽകി അവൻ്റെ ധാരണ തിരുത്തുക. ഇനി അവൻ എന്തെങ്കിലും ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ, അവനൊരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകാം, അവിടെ നടന്നൊരു പ്രശ്നം കാരണം വിഷമിച്ചിരിക്കുകയായിരിക്കാം, അതിനെ ഒരു അനാവശ്യ കാര്യം എന്നുള്ള രീതിയിൽ കാണാതെ അവിടെ ആവശ്യമായൊരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു വൈകാരിക പിന്തുണ കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തിട്ടും മാറാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ 4മതായിട്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് കൃത്യമായ ചികിത്സയ്ക്കുള്ള സഹായം നൽകുക. 5മത്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കുട്ടി ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങളിലാണ് പലപ്പോഴും ഇത്തരം കുട്ടികൾ സ്വന്തം ജീവനെടുക്കാനോ മറ്റുള്ളവരുടെ ജീവനെടുക്കാനോ പ്ലാൻ ചെയ്യുന്നത്, അതിനുവേണ്ടി ഗവേഷണം നടത്തുന്നത്, അതിനുവേണ്ടി സാധനങ്ങൾ സ്വരുക്കൂട്ടുന്നത്, അത്തരത്തിലുള്ളൊരു കർമ്മം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഈ സോഷ്യൽ കണക്റ്റ്, ആ സാമൂഹ്യ ബന്ധങ്ങളുടെ ആ ഒരു സുഖകരമായ അന്തരീക്ഷത്തിൽ ഇവരെ നിലനിർത്തിക്കൊണ്ടുപോയി ഇവരുടെ പ്രശ്നങ്ങൾ പറയാനും അതിന് പരിഹാരം കാണാനും ഉള്ള ഒരു അന്തരീക്ഷം വീടുകളിൽ ഒരുക്കി കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഒരു ദുരന്തത്തിൽ കലാശിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. ശരിക്കും താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ അഫാൻ്റെ കേസുമായി ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ
അഫാൻ്റെ കുടുംബത്തിൽ നിന്നാണോ അല്ലെങ്കിൽ അവന് ചുറ്റുമുള്ള ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണോ അവനെ കുറ്റവാളിയാക്കിയത് എന്ന തരത്തിലുള്ള ചിന്തകളാണ് ഏറ്റവും ആദ്യം ഉയർന്നു വരുന്നത്. എന്തായാലും ഏതൊരു മാതാപിതാവും അങ്ങേയറ്റം ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ആ 5 കാര്യങ്ങളാണ് ഡോക്ടർ വിശദീകരിച്ചത്. അഫാൻ്റെ ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട്, ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതക പരമ്പരകൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. എന്തായാലും വളരെയധികം നന്ദി. ഡോക്ടർ അരുൺ ബി നായർ, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഈ ഒരു സമയത്ത് അങ്ങേയറ്റം പ്രസക്തമായ ഈ വിവരങ്ങൾ പ്രേക്ഷകരോട്, അമൃത വാർത്തകളോട് പങ്കുവച്ചത്.